ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ രാത്രി സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോൾ എനിക്ക് എങ്ങനെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലോത്ത് മൂവ് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലോത്ത് മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് സ്റ്റിച്ച് വരുള്ളൂ. ക്ലോത്ത് സൂചിയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാനിപ്പോൾ മെഷീനൊക്കെ 1-2 തവണ ഊരി നോക്കി. താഴ്വശത്ത് മാത്രമേ ഞാൻ എപ്പോഴും ഊരി ക്ലീൻ ചെയ്യാറും അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പം ഒരു 6-7 തവണ ഊരിയിട്ടും ഒരു രക്ഷയില്ല, സംഭവം പഴയപടി തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. ഇനി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി മുഴുവനായിട്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതുകയാണ്. ഇത് ക്ലീനിങ്ങിൻ്റെ പ്രശ്നമായിരിക്കില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും മെഷീനിന്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മെഷീൻ്റെ കവറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ജസ്റ്റ് ഞാൻ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതല്ലേ. ഞാൻ മെഷീൻ്റെ കവർ വേറെന്തോ ആവശ്യത്തിന് യൂസ് ചെയ്തതാണ്. 1-2 വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ഇനി കവറിൻ്റെ ആവശ്യമൊന്നും വരില്ലല്ലോ എന്ന് കരുതിയിട്ട് അത് വേറെന്തോ ആവശ്യത്തിന് യൂസ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും കവർ കളയാൻ പാടില്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഇപ്പോൾ ഒത്തിരി ടെൻഷനിലാണ് നിൽക്കുന്നത്. മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ എവിടെ കൊടുത്ത് ശരിയാക്കും എന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം, ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത സ്ഥലമാണിത്. ഇപ്പോൾ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും എന്താ പറയുക പൊടി കാണുന്നത്. ക്ലോത്തിൻ്റെ ഒക്കെ പൊടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ 2-3 വർഷത്തെ പൊടി ഒന്നിച്ച് അവിടെ തന്നെ അടിഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും പൊടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി നമുക്കൊന്നുകൂടി എല്ലാ പാർട്സും ഇട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. വർക്കാവുമോയെന്ന് അറിയില്ല, കാരണം എന്താ പറയുക, ഇപ്പോൾ 4-5 തവണ ഊരി ഞാൻ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പാർട്സ് കൂടി ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് അത് അവിടെ വെച്ച് സ്ക്രൂ ഒക്കെ ചെയ്യണം. നിങ്ങൾ ഈ ഭാഗമൊക്കെ ഊരി ക്ലീൻ ചെയ്യുന്നവരായിരിക്കും, അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കവറൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ മെഷീൻ നന്നായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ മുകൾ വശത്ത് കാണാം, ആ ഒരു മുള്ളു പോലെയുള്ള ആ ഒരു സംഭവമില്ല, അത് മൂവ് ചെയ്യുമ്പോഴാണ് ക്ലോത്ത് മൂവ് ചെയ്തിട്ട് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വീണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എല്ലാ പാർട്സും കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കേസൊക്കെ ഇട്ട് ബോബിനും ഇലാസ്റ്റിക്കും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലോത്ത് മാത്രം മൂവ് ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ കോട്ടൺ ക്ലോത്ത് വെച്ച് ചെയ്യലാണ് കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലോത്ത് ആ വെച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നില്ല. വലിച്ചിട്ട് പോലും ക്ലോത്ത് മൂവ് ആവുന്നില്ല. ഇനി എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഒട്ട് ഇല്ലാതാനും. ഞാനിനി ഒന്നുകൂടി ഇതൊക്കെ ഊരി നോക്കാൻ പോവുകയാണ്. വേറെന്താ ഇപ്പോൾ ചെയ്യുക, ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഊരി നോക്കാം. ഇതിൽ ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാം ഇപ്പം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ ഈ ചെയ്ത പ്രവൃത്തി തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഊരും എന്നിട്ട് ഒന്നെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് തുടച്ച് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കും. പക്ഷേ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്രാവശ്യം ഊരുമ്പോൾ ഞാൻ ഈ ഒരു സംഭവം കൂടി ഊരി നോക്കാമെന്ന് കരുതുകയാണ്. ഊരിയിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. കാരണം ആ ഒരു സംഭവം മൂവ് ചെയ്യുമ്പോഴാണ് ക്ലോത്ത് മൂവ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടോ എന്തെങ്കിലും ആണെങ്കിലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് ഊരി നോക്കുകയാണ്. ഇതോടുകൂടി പരിപാടി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഊരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഊരി നോക്കാം അല്ലേ. രണ്ടും ഊരി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഇതുള്ളത്. ഇതാണ് മൂവ് ചെയ്യേണ്ടത്. ഈ ഒരു എന്താ പറയുക മുള്ളു പോലെയുള്ള ആ ഒരു സംഭവമാണ് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് പോവേണ്ടത്. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ. അതുപോലെ അവിടെ ഒരു ലിവർ ഉണ്ട്, അത് ഞാനൊന്ന് താഴ്ത്തിയിട്ട്
അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു വീണ്ടും മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മളിത് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഭാഗ്യം പോലെ ഇരിക്കുമല്ലേ. ഇനി ഞാൻ വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. അവിടെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഒരു സംഭവം തിരിച്ചതുപോലെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ക്ലോത്ത് വെക്കുമ്പോൾ മാത്രമേ മൂവ് ആവാണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ടും അത് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മൂവിങ്ങിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ക്ലോത്ത് ഒട്ടും മൂവ് ആവുന്നില്ല, സ്റ്റിച്ച് വീഴുന്നുമില്ല. എന്തുകൊണ്ടാണെന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. ഞാനിപ്പോൾ എല്ലാം പഴയ പോലെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റായിട്ട് എല്ലാ മൂവ്മെൻറ്റും ഓക്കെയാണ്. ഇനി നമുക്ക് ബോബിനും കൈസും ഒക്കെ ഇട്ട് നൂലൊക്കെ ഇട്ടിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഓഫ്, അൽഹംദുലില്ലാ നമ്മുടെ മെഷീനൊന്ന് മൂവ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്റ്റിച്ചിന് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ചുരുണ്ടിട്ടാണ് നിൽക്കുന്നത്. സ്റ്റിച്ച് ഒന്ന് പൊന്തിയ പോലെ ഉണ്ട് കേട്ടോ. മുകൾ വശത്താണ് സ്റ്റിച്ച് പൊന്തിയിരിക്കുന്നത്. അപ്പോൾ താഴ്വശത്തെ എന്തോ കംപ്ലൈൻ്റ് ആണ്. അത് നിങ്ങളെപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സ്റ്റിച്ച് മുകൾ വശത്താണ് പൊന്തുന്നുണ്ടെങ്കിൽ താഴ്വശത്തെ എന്തോ കംപ്ലൈൻ്റ് ആണ്. അല്ല, താഴ്വശത്താണ് സ്റ്റിച്ച് പൊന്തി വരുന്നതെങ്കിൽ മുകൾ വശത്തെ എന്തോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ബോബിനും കേസും ശരിക്കും നൂല് കോർക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. അത് നമുക്കൊന്ന് ശരിയാക്കിയിട്ട് വീണ്ടും ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇത്രയും ശരിയായില്ല. ഞാൻ എത്ര സമയമായിന്നറിയോ ഇതിൻ്റെ മുകളിൽ തന്നെ 1.5 മണിക്കൂറിൽ കൂടുതലായിന്ന് തോന്നുന്നു. മെഷീൻ്റെ മുകളിലും കൂടാതെ ഭയങ്കര ടെൻഷനായിരുന്നു ഇതുവരെ. ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. കുറച്ചെങ്കിലും ഒന്ന് ലെവലായല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ബോബിനും കൈസും ഒക്കെ ശരിയാക്കി എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ കറക്റ്റാണെന്ന് തോന്നുന്നു സ്റ്റിച്ച്. ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. എന്തോ ചെറിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ നന്നായിട്ട് പേടിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യും? നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. എന്താ ചെയ്യുക, ആകെ കൂടി ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ തന്നെ ശരിയാക്കാൻ നോക്കുക. എന്നിട്ടാവുന്നില്ലെങ്കിൽ മാത്രമേ നമുക്കൊരു ടെക്നീഷ്യനെ സമീപിക്കേണ്ടതുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെഷീൻ വേറൊരാൾ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറൊരാൾ കൈവെക്കുന്നതോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത്രയും കെയറിലാണ് ഞാനത് കൊണ്ട് നടക്കുന്നതും. അപ്പോൾ ഇങ്ങനെയൊക്കെ ശരിയായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.